പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ, അതായത് 2024 ഏപ്രിൽ 15 ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ്റെ 25,000 ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഇടയ്ക്ക് ഇറങ്ങുണ്ടായി. അപ്പോൾ ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച 25,000 ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു 200ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഏപ്രിൽ 15 ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കറണ്ട് അഫേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾറെഡി 21 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലം. ഓപ്ഷൻസ് ബംഗളൂരു, ന്യൂഡൽഹി, ചെന്നൈ, മുംബൈ. ക്വസ്റ്റ്യൻ ഓർമ്മിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ പവർ ട്രാൻസ്ഫോർമർ സ്റ്റേഷൻ നിലവിൽ വരുന്ന സ്ഥലമാണ് ബംഗളൂരു. ആൻസർ ബംഗളൂരു ആണ്. ദെൻ ആരുടെ ആത്മകഥയാണ് മെമ്മേഴ്സ് ഓഫ് എ മാവറിക്? മെമ്മേഴ്സ് ഓഫ് എ മാവറിക്. ഓപ്ഷൻസ് എസ് ജയശങ്കർ, മണിശങ്കർ അയ്യർ, രഘുറാം രാജൻ, ടി എൻ ശേഷൻ. ആൻസർ വരുന്നത് മണിശങ്കർ അയ്യറാണ്. അതായത് മെമ്മേഴ്സ് ഓഫ് എ മാവറിക് ആരുടെ ആത്മകഥയാണ്? മണിശങ്കർ അയ്യരുടെ ആത്മകഥയാണ് മെമ്മേഴ്സ് ഓഫ് എ മാവറിക്. ദെൻ വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരിയാണ്? വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ ഹിജാബ് ധരിച്ച ആദ്യ താരമായ നൗഹൈല ബെൻസിന ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചാൽ മൊറോക്കോ. ഓപ്ഷൻസ് ലൈബീരിയ, മൊറോക്കോ, ദക്ഷിണാഫ്രിക്ക, നൈജീരിയ. ആൻസർ മൊറോക്കോയാണ്. വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ് മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഒഡീഷ. വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. ഓർത്തിരിക്കുക, മധ്യപ്രദേശിൽ. ദെൻ ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. ഓപ്ഷൻസ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്. ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ മധ്യപ്രദേശിലാണ്. അപ്പോൾ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവും ശങ്കരാചാര്യരുടെ ഏകാത്മകതാ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതും മധ്യപ്രദേശിലാണ്. ദെൻ കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലോഗോയിൽ കാണുന്ന മൃഗം. ഓപ്ഷൻസ് കുതിച്ചുചാടുന്ന സിംഹം, കുതിച്ചുചാടുന്ന കാണ്ടാമൃഗം, കുതിച്ചുചാടുന്ന ചീറ്റപ്പുലി, കുതിച്ചുചാടുന്ന കുതിര. ആൻസർ സി ആണ്, കുതിച്ചുചാടുന്ന ചീറ്റപ്പുലിയാണ് കേരളത്തിലെ വന്ദേ ഭാരതിൻ്റെ ലോഗോ. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി. ഓപ്ഷൻസ് സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മ്യാൻമാർ, ലാവോസ്. ആൻസർ ഇന്തോനേഷ്യയാണ്. 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യയാണ്. 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായ കൊക്കോ ഗോഫ് ഏത് രാജ്യക്കാരിയാണ്? ഓപ്ഷൻസ് ഇംഗ്ലണ്ട്, USA, ജർമ്മനി, സെർബിയ. ആൻസർ വരുന്നത് USA ആണ്. അപ്പോൾ 2023 US ഓപ്പൺ വനിതാ വിഭാഗം കൊക്കോ ഗോഫ് USA ആണ്. ഓർത്തിരിക്കുക. 2023 അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി. ആൻസർ ഇറ്റലിയാണ്. 2023 അന്തരിച്ച ജിയോർജിയോ നെപ്പോളിറ്റാനോ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റലിയുടെ മുൻ പ്രസിഡൻ്റാണ്.